ഓം പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 7-ാം ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസൽക്കിരീടകടകാദ്യാകൽപതി പ്രാകൃതേ ശ്രീവത്സാംഗിതം ആത്തകൗസ്തുഭമണിഛായാരുണം കാരണം വിശേഷാം തവ രൂപം ഐഷധവിധി തത്തേ വിഭോ ഭാതുമേ. ഇങ്ങനെ കാട്ടിക്കൊടുത്ത വൈകുണ്ഠത്തിൽ രത്നസിംഹാസനത്തെ അലങ്കരിക്കുന്നതും കോടി സൂര്യപ്രഭാദീപ്തമായ കിരീടമണിഞ്ഞ് കടകം മങ്കതം തുടങ്ങിയ ആഭരണങ്ങൾ ധരിച്ച് ശ്രീവത്സമെന്ന ഭൃഗുപദാങ്കനം ധരിച്ച് കൗസ്തുഭരത്നത്തിൻ്റെ ശോഭയാൽ അരുണാഭമാർന്ന സർവത്തിനും മൂലകാരണമായ അങ്ങയുടെ ആ രൂപം ബ്രഹ്മാവ് കണ്ടു. ഗുരുവായൂരപ്പ, ആ ദിവ്യരൂപം അടിയനു കൂടി കാട്ടിത്തരാൻ അനുഗ്രഹിക്കുമാറാകണേ എന്ന പ്രാർത്ഥന കൂടി ചെയ്യുന്നു. ശ്ലോകം 8. കാളാംഭൂതകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്ണാനം ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജത്കംബുഗദാരി പങ്കജധര ശ്രീമന്ഭുജാമണ്ഡലം സ്രഷ്ടോസ്തുഷ്ടികരം ബഭുസ്തവ വിഭോ മദ്രോഗം ഉദാസയേത്. നമസ്തേ. ഇവിടെ 7-ഉം 8-ഉം ശ്ലോകത്തിൽ കൂടി വിഷ്ണു രൂപം വർണ്ണിച്ചിരിക്കുന്നു. അല്ലയോ വിഭോ ഗുരുവായൂരപ്പ, കാർമുകിൽ പോലെയും കായാമ്പു പോലെയും കോമളമായിരിക്കുന്ന കാന്തിപ്രവാഹം കൊണ്ട് ദിക്കുകളെയെല്ലാം മറയ്ക്കുന്നതും സുന്ദര മന്ദഹാസത്തിൻ്റെ പ്രസരണം കൊണ്ട് പ്രസന്നമായ മുഖപത്മത്തോടുകൂടിയ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച 4 തൃക്കൈകളോടുകൂടിയതും ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ നിന്തിരുവടിയുടെ ദിവ്യമംഗള ശരീരം എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കട്ടെ ഗുരുവായൂരപ്പ. ശ്ലോകം 9. ദൃഷ്ട്വാ സംവൃതസംഭ്രമകമലഭൂത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം
തത് ആപാദയ ദ്വൈതാദ്വൈതഭവസ്വരൂപപരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. അല്ലയോ ഭഗവാനെ, അങ്ങയെ പെട്ടെന്ന് വിചാരിച്ച സമയത്തു കണ്ട ബ്രഹ്മാവ് സംഭ്രമിച്ച് സന്തോഷാവേശത്തിനടിമയായി അവിടത്തെ പാതാരവിന്ദങ്ങളിൽ വീണ് കൃതാർത്ഥനായ ബ്രഹ്മാവ് അപേക്ഷിച്ചു, അല്ലയോ വിഭു, എൻ്റെ ആഗ്രഹമെന്തെന്ന് അങ്ങേക്ക് അറിയുന്നതാണല്ലോ. എന്തെന്നാൽ അങ്ങ് സർവ അന്തര്യാമിയാണ്. ഭഗവാൻ എല്ലാവരുടെയും മനസ്സറിയാം. ദ്വൈതാദ്വൈതങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിയുമാറാകണം. ആ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. മായാതീതനായ ശുദ്ധ ബ്രഹ്മമായ ഭഗവാന് മായയെ അവലംബിച്ച് നാനാരൂപം കൈക്കൊള്ളേണ്ടതായി വന്നിട്ടുണ്ട്. ആ മായയെയും ബ്രഹ്മത്തെയും ശരിക്കറിഞ്ഞാലേ അറിവ് പൂർത്തിയാകൂ. അറിവ് പൂർത്തിയായാലേ സൃഷ്ടികർമ്മം നടത്തി കൃതകൃത്യനാകാൻ സാധിക്കൂ. മായയെ അറിയാതെ മായാ സൃഷ്ടി എങ്ങനെ നടത്തും? ബ്രഹ്മത്തെ അറിയാതെ മായാമോഹം നീങ്ങുകയില്ല. അതിനാലാണ് ബ്രഹ്മാവ് ദ്വൈതാദ്വൈതജ്ഞാനം പ്രദാനം ചെയ്യണമെന്നപേക്ഷിച്ചത്. ശ്ലോകം 10. ആദാമ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിദാന്ന സർഗ വിധിബർബന്ധോ അഭിസംജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയൂലാഘദാം ഉല്ലാസയൂലാഘദാം. ബ്രഹ്മാവ് ഭഗവാന്റെ തൃച്ചേവടികളിൽ വീണ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ സ്വന്തം കൈകൊണ്ട് ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, അങ്ങേക്ക് ജ്ഞാനം ഉണ്ടാകട്ടെ. ഇപ്രകാരം പറഞ്ഞ് സന്തോഷിപ്പിച്ച് സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിച്ച ഭഗവാനെ, അങ്ങ് എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് കവി പ്രാർത്ഥിച്ചു. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം 8 നൈമിത്തിക പ്രളയവും നാഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.